ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു ഗാർഡൻ കാണാനായിട്ടാണ് പോകുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കരീപ്ര എന്ന ഗ്രാമപഞ്ചായത്തിലെ ഹരിതാഭം എന്ന നഴ്സറി ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ നഴ്സറി. ഇവിടെ ഒരുപാട് ചെടികളുടെ നല്ല കളക്ഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ കളക്ഷനും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കത്തില്ല. ഈ ഗാർഡനിലെ കുറച്ച് പോർഷനിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളെ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഗാർഡന്റെ ഓണറിന്റെ വീട് ഇതിന്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ ആ വീട്ടിലേക്കും ഒരു വിസിറ്റ് നടത്തുന്നുണ്ട്. സോ അവിടെയും നല്ല ഒരു ചെടികളുടെ കളക്ഷനാണുള്ളത്. അതും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാവരുടെയും വീട്ടിൽ കണ്ടിരുന്ന ഒരു ചെടിയാണ് ഹെലിക്കോണിയ. ഇപ്പോൾ ഈ ചെടിക്ക് നല്ലൊരു ഡിമാൻഡുണ്ട്. മാത്രമല്ല, ഒരു കൂട്ടം ചെടികളുടെ ഇടയ്ക്ക് നടാൻ പറ്റിയ ഒരു ചെടിയാണ്. നല്ല ഹൈറ്റിൽ വളർന്ന് നല്ലപോലെ പൂക്കളുണ്ടാവുന്ന ഹെലിക്കോണിയ എന്ന ഈ ചെടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്. ഈ ഗാർഡനിൽ കുട്ടികൾക്കാണ് ഈ ലോട്ടസിനോടും അതുപോലെ തന്നെ വാട്ടർ ലില്ലിയോടും കൂടുതൽ താല്പര്യം. വെള്ളത്തിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ഗപ്പി പോലുള്ള മീനുകളെ നമുക്കിടാവുന്നതാണ്. വളരെ കുറച്ച് കെയർ മാത്രം വേണ്ടുന്ന എന്നാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. കെയർ നല്ലപോലെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു ചെടിയാണ് കേട്ടോ ഈ കാലഞ്ചോ. ഫൈക്കസ് പ്ലാന്റിന്റെ 2 വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ 2 വെറൈറ്റിയുടെ ഒരുപാട് തൈകളും ഉണ്ട്. പിന്നെ ഈ ചെടികളുടെ പ്രൈസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ നഴ്സറി ഷോപ്പിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഈ ചെടികളുടെ ഇലകളാണ് ഇതിന്റെ അട്രാക്ഷന്. ലോൺ ഇടുന്ന വീടുകളുടെയൊക്കെ മുറ്റത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ചെടിയാണ് യൂക്ക ചെടി. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് വലിയ കെയർ വേണ്ടാത്ത ചെടിയാണ്. തറയെ നടുവാനും അതുപോലെ തന്നെ ചെടിച്ചട്ടി നടാനും പറ്റിയ ഒരു എളുപ്പത്തിൽ വളർന്നു വരുന്ന നല്ലൊരു ചെടിയാണിത്. ഒരു ചെടിച്ചട്ടിയിൽ തന്നെ പലതരത്തിലുള്ള ചെടികളാണ് നട്ടിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ചെടികൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇതിൽ പല ചെടികൾ കണ്ടാൽ അറിയാമെങ്കിലും അതിൻ്റെ പേരുകളൊന്നും എനിക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടൈം സ്റ്റാമ്പിൽ ചെടിയുടെ പേരിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓണറിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു ചെടി വീട് തന്നെയാണ് കേട്ടോ. കാരണം ചെടികളുടെ ഒരുപാട് നല്ല കളക്ഷന് ഇവിടെയും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെടികളും സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഫ്രണ്ടിൽ തന്നെ സ്റ്റാൻഡിൽ നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അഗ്ലോണിമയുടെ തന്നെ പല വെറൈറ്റീസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അഗ്ലോണിമ ചെടികൾക്ക് വലിയ വെയിലിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഷെയ്ഡിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇത് ബ്രൈഡൽ ബൊക്കെ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ള കളർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. വലിയ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലം തന്നെയാണ് ഏറ്റവും നല്ലത്. വെയിൽ കൂടിക്കഴിഞ്ഞാൽ ചെടിയുടെ ഇലകളെല്ലാം തന്നെ മഞ്ഞ കളറിലേക്ക് മാറുന്നത് കാണാവുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം ആണ്. ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ചെടി തന്നെയാണിത്. ഇതിപ്പോൾ ഇവിടെ മരത്തടിയുടെയൊക്കെ ഇടയ്ക്കായിട്ട് ചെടികൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് ഇതിനെ കാണാനായിട്ട് തന്നെ.
ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സും ഈ വീട്ടിലുണ്ട് കേട്ടോ. അതിലെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്റ്റാൻഡിൽ നല്ലപോലെ നമ്മുടെ ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റീസും അതുപോലെ സ്പൈഡർ പ്ലാന്റും ഒക്കെയാണ് ഇതിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു ചെടിച്ചട്ടിയിൽ നല്ല ഭംഗിയായി വളർന്നു നിൽക്കുന്ന ഫേണാണ് ഉള്ളത്. ഫേണിൻ്റെ കളക്ഷനും അതുപോലെ അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും നമ്മളൊരു വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എലിഫൻസ് ഫുഡ് അല്ലെങ്കിൽ പോണി ടെയിൽ പാം എന്ന് പറയുന്ന ചെടി ഒരു കിടിലൻ പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ബേസ് കാണാനും അതുപോലെ തന്നെ ആ ഇലകൾ കാണാനും നല്ല രസമാണ്. എപ്പീസിയുടെ തന്നെ പല വെറൈറ്റീസാണ് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ തൈകളും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടോട് കൂടിയുള്ള ചെടിച്ചട്ടികളും ഇവരുടെ തന്നെ ഗാർഡൻ ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ അതിൻ്റെ ചെറിയ തൈകൾ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പ്രൈസും അതുപോലത്തെ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്ലാസ്റ്റിക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ ചെറിയ മൺകലങ്ങളിലും ടർട്ടിൽ വൈൻ നട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫേണും നമുക്ക് കാണാവുന്നതാണ്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ ഇനിയും നമുക്ക് കാണാനുണ്ട്. ചെടി വീടും അതുപോലെ തന്നെ ഈ നഴ്സറി ഷോപ്പിലെ ചെടികളുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. കീപ് കമൻറ്റിങ് ആൻഡ് സ്റ്റേ ഇൻ ടച്ച്.